ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 2025 മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യപത്രം സമർപ്പിക്കണം. അതായത് 60 വയസ്സിന് താഴെയുള്ള ഭർത്താവ് മരിച്ച വിധവാ പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീയും അതുപോലെ തന്നെ അവിവാഹിതയായ സ്ത്രീയും അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീകൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന രേഖ സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. ജനുവരി മാസം മുതൽ അതിനുള്ള സമയം ആരംഭിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ സമയം അവസാനിക്കും മുമ്പ് നിങ്ങൾ ആ രേഖകൾ സമർപ്പിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മതി. നിങ്ങളുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സമ്മതപത്രം എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിച്ചതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അതിൻ്റെ പകർപ്പെടുത്ത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ടു ചെന്നാൽ മതി. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. എല്ലാ പെൻഷൻ സ്വീകരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല. 60 വയസ്സിന് താഴെയുള്ളവരാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.